എവരിവൺ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്താനായിട്ടുണ്ട്. ഇനിയും വെറും 1.5 മാസം പോലും തികച്ച് നമ്മുടെ കൺമുൻപിലില്ല. യെസ്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ആണ് നിങ്ങൾക്ക് എക്കണോമിക്സിൽ പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 2 ചാപ്റ്റേഴ്സുമാണ് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഉള്ളത്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവും, നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്ന് 7 ചാപ്റ്റേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 5 ചാപ്റ്റേഴ്സുമാണ് ആകെ ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്ന് ലാസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്ററാണ് എന്ത്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ഇച്ചിരി ലെങ്തിയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും എന്നൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. വലിയ ചാപ്റ്റർ ആണെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിസ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെന്റ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, ഇൻഫോർമലൈസേഷൻ ഇഷ്യൂസും കാര്യങ്ങളും നോക്കും, അൺഎംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കും, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തെ വർക്ക് ഫോഴ്സും ടൈപ്സ് ഓഫ് വർക്ക് ഫോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അറിയത്തില്ലെങ്കിൽ അവർക്കും കൂടി ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ അല്ലേ. ജോലി ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നല്ല പഠിത്തമുണ്ട്, പക്ഷെ ജോലി കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലി തേടി നടക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളല്ലേ. അല്ലെങ്കിൽ ഇപ്പം ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആ ഒരു സമയം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലാത്തൊരവസ്ഥ. അതാണ് എന്തെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, സെക്കൻഡ് വൺ ആണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ആണ് എന്ത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എന്താണെന്ന് പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്, നമ്മുടെ ജെയ്സന്റെ ചേട്ടൻ ജോയ്സൺ അല്ലേ. നല്ല പഠിപ്പുണ്ട്, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞാണ്. പക്ഷേ ജോലി ചെയ്യാൻ നല്ല കാലിബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജോലി തേടിയിട്ടും കിട്ടണില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. നമുക്ക് നല്ല പഠിത്തമുണ്ട്, പക്ഷെ ജോലിയൊന്നും തേടിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്, ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെൻ എ പേഴ്സൺ ഈസ് വില്ലിംഗ് ടു വർക്ക്, ഈസ് എഡ്യൂക്കേറ്റഡ് ബട്ട് അൺഎബിൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് വർക്ക്. ഇപ്പോൾ നമ്മുടെ ജോയ്സൺ ചേട്ടൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പഠിത്തമുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, റെഡിയുമാണ്. ഓക്കെ, എന്ത് ജോലി ചെയ്യാനും റെഡിയാണ്. പക്ഷെ ജോലിയൊന്നും കിട്ടുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫേം ഉണ്ട്. ഓക്കെ, നമ്മുടെ കഥാനായകൻ്റെ പേര് രാമു എന്നാണ് കേട്ടോ. നമ്മുടെ രാമു ചേട്ടന് ഒരു കൃഷിഭൂമിയുണ്ട്. ഓക്കെ, ആ കൃഷിഭൂമിയിൽ ശരിക്കും ജോലി ചെയ്യാൻ രാമു ചേട്ടനും വേറെ 2 ആൾക്കാരും മാത്രം മതി. ഇത്ര ആൾക്കാർ 3 പേർ ആവശ്യമുള്ളൂ ആ ഒരു കൃഷിഭൂമിയിൽ ജോലി ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ രാമു ചേട്ടൻ രാമു ചേട്ടൻ 2 എക്സ്ട്രാ പണിക്കാരെയും വെച്ചു. അതുകൂടാതെ രാമുചേട്ടൻ്റെ ഭാര്യേനെ എടുത്തു, 2 മക്കളെ. ഇവരെല്ലാവരും കൂടാണ് എന്ത് ചെയ്യുന്നത്, ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മൊത്തം 6 പേരാണ് ജോലി ചെയ്യുന്നത്. ശരിക്കും 3 പേര് ചെയ്യേണ്ട ജോലി സ്ഥലത്ത് 6 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ശരിക്കും 3 പേര് മതി, പക്ഷെ 6 പേരെ അങ്ങ് എടുത്തേക്കാണ്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. സെയിം ഔട്ട്പുട്ട് തന്നെയല്ലേ കിട്ടുന്നത്. അതെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺഎംപ്ലോയ്മെന്റ് ഇൻ വിച്ച് മോർ പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ ജോബ് ദാൻ ആക്ച്വലി നീഡഡ്. ശരിക്കും നമുക്ക് 3 പേരെ മതി, പക്ഷെ നമ്മൾ 6 പേരെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എവിടെയാണെന്നറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എ കോമൺ ഫോം ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ റൂറൽ ഇന്ത്യ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ഫൈനൽ വൺ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. യെസ്, ദാറ്റ് ഇസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ പോവർട്ടി ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് ഏർബൻ പുവർ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമുക്കറിയാം റൂറൽ ഏരിയാസിലെ ആളുകൾ മൊത്തം കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ നമുക്ക് വർഷത്തിൽ 365 ദിവസം കൃഷിയുണ്ടോ? ഇല്ല. ബാക്കി ഓഫ് സീസൺ ടൈമിൽ അവരെന്താ ചെയ്യുന്നത്? അവർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകും അല്ലേ. റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് പോകും. എന്തിനു വേണ്ടി? ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെന്റ് തേടി. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത്, അവരനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, വെൻ ദർ ഈസ് നോ വർക്ക് ടു ഡു ഓൺ ഫാംസ്, പീപ്പിൾ ഗോ ടു അർബൻ ഏരിയാസ് ടു ലുക്ക് ഫോർ ജോബ്സ്. ദിസ് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് നോൺ ആസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത്.
കണ്ടോ എന്താണ് നമ്മുടെ കൃഷിഭൂമിയിലൊക്കെ എന്താ ജോലിയൊന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ആളുകൾ ഏർബൻ ഏരിയാസിലോട്ട് പോകും. എന്തിനു വേണ്ടി? ജോലി തേടി. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്ന് പഠിച്ചു. ഒന്നാമത്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, രണ്ടാമത്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് മൂന്നാമത്താണ് എന്ത്? സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇനിയും ഉണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.